ഹായ് ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എൻക്യാപ്സുലേഷനെ കുറിച്ചാണ്. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്താണെന്നും അതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻക്യാപ്സുലേഷൻ നമുക്ക് പല രീതിയിൽ എൻക്യാപ്സുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മോഡ്യൂൾസ് പല ലാംഗ്വേജസിലും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. മോഡ്യൂൾസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് എന്ന് പറയുന്നത് അതും എൻക്യാപ്സുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നെസ്റ്റിംഗ് ഉണ്ട്, അതായത് ഒരു ക്ലാസ്സിനുള്ളിൽ വേറൊരു ക്ലാസ് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇത് വരുന്നുണ്ട്. അതും എൻക്യാപ്സുലേഷൻ എക്സാമ്പിളാണ്. ദെൻ ടൈപ്പ് എക്സ്റ്റൻഷൻ വിത്തൗട്ട് ഇൻഹെറിറ്റൻസ്, ഇതെല്ലാം തന്നെ എൻക്യാപ്സുലേഷൻ്റെ കൺസെപ്റ്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യം മോഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഡേറ്റ ഹൈഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോഡ്യൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മോഡ്യൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് എന്താണോ ചെയ്യിപ്പിക്കാനുള്ളത് ആ ഫുൾ പ്രോഗ്രാമിനെ നമ്മുടെ മോഡ്യൂൾസായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ മോഡ്യൂൾ ബേസ്ഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്, അത് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജസ് ആണ് ക്ലൂ, പിന്നെ മോഡുല, യൂക്ലിഡ് എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ മോഡ്യൂൾ ബേസ്ഡ് ലാംഗ്വേജിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ മോഡ്യൂൾ ബേസ്ഡ് ലാംഗ്വേജസ് ആണ് വിത്ത് ഡേറ്റ ഹൈഡിങ് ആണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ക്ലൂയിലും യൂക്ലിഡിലും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ, ഹെഡർ ആൻഡ് ബോഡി എന്നാണ് അതിന് പറയുന്നത്. ഒരു മോഡ്യൂളിൻ്റെ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹെഡറിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ആ മോഡ്യൂളിൻ്റെ നെയിം എന്താണ്, അതിൽ എന്തൊക്കെ നെയിംസാണ് നമുക്ക് അതിലേക്ക് ആ മോഡ്യൂളിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഹെഡറിനകത്താണ് നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ യൂക്ലിഡ് മോഡ്യൂൾ എം എക്സ്പോർട്സ് എ ടൈപ്പ് ടി. By default, the remainder of the program can do nothing with objects of type T other than pass them to subroutines exported from M. ഇപ്പോൾ എം എന്ന് പറഞ്ഞൊരു മോഡ്യൂളുണ്ട്. ആ എമ്മിലേക്ക് നമുക്ക് ടി ടൈപ്പിലുള്ള ഒരു വേരിയബിളോ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടി ടൈപ്പിലുള്ളത് മറ്റുള്ള സബ്റൂട്ടീൻസിൽ നിന്നോ മോഡ്യൂൾസിൽ നിന്നോ എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യൂക്ലിഡിനകത്തുള്ള മോഡ്യൂള് ചെയ്യുന്നത്. ദെൻ മോഡുലാർ 2 എന്ന് പറയുന്ന ലാംഗ്വേജിലാണെങ്കിൽ പ്രോഗ്രാമേഴ്സിന് തന്നെ ഓപ്ഷനുണ്ട്, ഹെഡറും ബോഡിയും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻറ്റേർണൽ മോഡ്യൂൾസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞ മോഡ്യൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പാർട്ട് അടുത്തടുത്ത് ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എക്സ്റ്റേണൽ മോഡ്യൂൾ ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേന് സെപ്പറേറ്റ് കമ്പൈലേഷനാണ് വരുന്നത്. അപ്പോൾ ഹെഡർ അപ്പിയേഴ്സ് ഇൻ വൺ സോഴ്സ് ഫയൽ ആൻഡ് ദ ബോഡി ഇൻ അനദർ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മോഡ്യൂളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹെഡർ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഫയലിലും ബോഡി ചിലപ്പോൾ വേറൊന്നിലും ആയിരിക്കും വരുന്നത്. അതേസമയം ഇൻറ്റേർണൽ മോഡ്യൂൾസാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹെഡറും ബോഡിയും എല്ലാം ഒരിടത്ത് തന്നെയായിരിക്കും, ഒരു ഫയലിൽ തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഹെഡർ പബ്ലിക്കായിട്ടോ പ്രൈവറ്റായിട്ടോ ഡിവൈഡ് ചെയ്യാനുള്ള വേസ് ഒന്നും തന്നെ ഈ മോഡുലാർ 2-നകത്തില്ല. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ പബ്ലിക് എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ്പോർട്ടഡ്. അതിനകത്ത് എക്സ്പോർട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മോഡ്യൂളിൽ നിന്ന് വേറൊരു മോഡ്യൂളിലേക്ക് ഡേറ്റ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഏതിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫുള്ള് ആർക്ക് വേണമെങ്കിലും അതിനെ ആക്സസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിരിക്കും വരിക. ദെൻ അഡ ലാംഗ്വേജിനകത്താണെങ്കിൽ ഹെഡേഴ്സും ബോഡീസും ഒക്കെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ പാക്കേജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടയ്ക്കകത്താണെങ്കിൽ ഹെഡറും മോഡ്യൂളിൻ്റെ ഹെഡറും ബോഡിയും സെപ്പറേറ്റ് ചെയ്ത് പാക്കേജസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഹെഡർ ഓഫ് എ പാക്കേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡറിനെ തന്നെ നമുക്ക് പബ്ലിക്കായിട്ടോ പ്രൈവറ്റ് പാർട്ടായിട്ടോ ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും ഒക്കെ ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് പോലെ തന്നെ അഡ ലാംഗ്വേജിനകത്തും നമുക്ക് ഹെഡർ പാക്കേജിനെ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് എഴുതാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് അഡ ലാംഗ്വേജിൽ അങ്ങനെ വരുന്ന ആ ഒരു കേസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ പാക്കേജ് ഫൂ ഈസ് ഇതെന്ന് പറയുന്നത്
ഒരു പാക്കേജായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഹെഡറായിട്ട് വരുന്നു. അതിനകത്ത് ടൈപ്പ് ടി ഈസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് പ്രൈവറ്റിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് കൊടുക്കാം. ദെൻ ടൈപ്പ് ടി ഈസ് അതിന് ഫുൾ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദെൻ ആ പാക്കേജ് എൻഡ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇത് പ്രൈവറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാം. പറയാത്തതെല്ലാം പബ്ലിക്കായിട്ട് അത് ട്രീറ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് അഡ ലാംഗ്വേജിനകത്ത് വരുന്നത്. ഇനി ക്ലാസ്സസ് ആണ് രണ്ടാമത്തെ എൻക്യാപ്സുലേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും മെമ്പേഴ്സിനെ കൊടുക്കാം. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഒരിക്കലും വിസിബിൾ ആയിരിക്കില്ല. അതായത് നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്കൊരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സാണ് പബ്ലിക് ബേസ് ക്ലാസ്സിനകത്തുള്ള പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടോ പബ്ലിക്കായിട്ടോ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഓഫ് പ്രൊട്ടക്റ്റഡ് ബേസ് ക്ലാസ് ആണെങ്കിൽ ഇത് പബ്ലിക് ബേസ് ക്ലാസ് ആണ്. ഇനി അടുത്ത് പ്രൊട്ടക്റ്റഡ് ബേസ് ക്ലാസ്സിനകത്തുള്ള പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ആണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ വരുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടാണ് മാറുന്നത്. ഇനി പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഓഫ് പ്രൈവറ്റ് ബേസ് ക്ലാസ് ആണെങ്കിൽ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് വരുമ്പോൾ ഈ പ്രൊട്ടക്റ്റഡും പബ്ലിക്കും എല്ലാം തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ C++ൽ പഠിക്കുന്ന ആ ഇൻഹെറിറ്റൻസിനകത്ത് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് 3 കീവേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ആക്സസ് സ്പെസിഫയർ പറഞ്ഞുകൊണ്ട് ഡിറൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് അതിൻ്റെ ആക്സസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഇവിടെ ക്ലാസ് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് പ്രൈവറ്റ് മെമ്പേഴ്സാണ് ലെറ്റർ, സ്കോർ, കാൽക്ക്, ഗ്രേഡ്, ഇത്രയും അതിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സ്. ദെൻ അതുപോലെ തന്നെ പബ്ലിക് മെമ്പേഴ്സ് ഉണ്ട്. സെറ്റ് സ്കോർ, ഗെറ്റ് ലെറ്റർ, ഇതെല്ലാം തന്നെ അതിൻ്റെ പബ്ലിക് മെമ്പേഴ്സാണ്. ദെൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഈ ഗ്രേഡിൽ നിന്ന് പബ്ലിക്കായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് അഡീഷണൽ മെമ്പേഴ്സും കൂടിയുണ്ട്. പ്രൈവറ്റ് മെമ്പേഴ്സ് ക്വസ്റ്റ്യൻസ്, പോയിൻറ്റ്സ് ഈച്ച്, നമ്പർ മിസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് മെമ്പേഴ്സ് അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് മെമ്പേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫങ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കൊണ്ട് ബേസ് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പബ്ലിക് മെമ്പേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ പബ്ലിക് സെക്ഷനിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന് പ്രൈവറ്റ് മെമ്പേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് മെമ്പേഴ്സാണ്. അതെല്ലാം തന്നെ നമുക്കിവിടെ പ്രൈവറ്റിൽ വരുന്നു. ദെൻ പബ്ലിക് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പബ്ലിക് മെമ്പേഴ്സ് പ്ലസ് നമ്മുടെ ബേസ് ക്ലാസ്സിൽ ഏതൊക്കെ പബ്ലിക് മെമ്പേഴ്സാണോ ഉള്ളത് അതും കൂടി ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ് ഇതിനകത്ത് മൊത്തമുള്ള പബ്ലിക് മെമ്പേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെ നമ്മൾ ഗ്രേഡ് ക്ലാസ്സിനകത്തുനിന്ന് ടെസ്റ്റിനെ പബ്ലിക്കായിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സിന് നമുക്കൊരു കാരണവശാലും ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കിട്ടത്തില്ല. പിന്നെ പബ്ലിക്കായിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് മെമ്പേഴ്സും എല്ലാം തന്നെ പബ്ലിക്കിലേക്ക് വരും, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പബ്ലിക് സെക്ഷനിലേക്ക് വരും. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എല്ലാം തന്നെ പ്രൊട്ടക്റ്റഡ് ക്ലാസ്സിലേക്ക് വരും, പ്രൊട്ടക്റ്റഡ് സെക്ഷനിലേക്ക് വരും. അങ്ങനെയാണ് പബ്ലിക് ഇൻഹെറിറ്റൻസ് വരുന്നത്. ഇനി അടുത്ത് പ്രൊട്ടക്റ്റഡ് ഇൻഹെറിറ്റൻസ് ആണ് വരുന്നതെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഇൻഹെറിറ്റൻസ് വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഒരു കാരണവശാലും ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? പബ്ലിക് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പബ്ലിക് മെമ്പേഴ്സ് എല്ലാം തന്നെ ഇതിൻ്റെ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ആ പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും നമുക്കുണ്ട്. ദെൻ ഇത് പബ്ലിക് മെമ്പറിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഇവിടുന്ന് വരുന്ന പബ്ലിക് മെമ്പർ എല്ലാം തന്നെ ഇവിടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി ഇവിടെ പ്രൊട്ടക്റ്റഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഇവിടെ പ്രൊട്ടക്റ്റഡിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അടുത്തത് പ്രൈവറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പബ്ലിക്കോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡോ ബേസ് ക്ലാസ്സിലുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് സെക്ഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രൈവറ്റ് മെമ്പേഴ്സായിട്ടാണ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരുന്നത്. ഇതാണ് ഈ 3 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിലും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ മറ്റുള്ള ലാംഗ്വേജസിലെ വിസിബിലിറ്റി റൂൾസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈഫൽ എന്ന് പറയുന്ന ലാംഗ്വേജിലാണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സസിനകത്ത് റെസ്ട്രിക്റ്റ് ആൻഡ് ഇൻക്രീസ് ദ വിസിബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ വിസിബിലിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷൻ ഈഫൽ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ജാവയ്ക്കകത്താണെങ്കിൽ C++ പോലെ ആയിട്ട് സിമിലറാണ്. അതിനകത്ത് ചില എക്സെപ്ഷൻസ് C++ പോലെ തന്നെയാണ്. അതിൽ ചില വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ക്ലാസ് എപ്പോഴും പബ്ലിക്കായിരിക്കും. ബേസ് ക്ലാസ് എപ്പോഴും തന്നെ ജാവയ്ക്കകത്ത് പബ്ലിക്കായിട്ടാണ് വരുന്നത്. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് വിസിബിൾ ഇൻ ഡിറൈവ്ഡ് ക്ലാസ്സസ് ആൻഡ് ഇൻ സെയിം പാക്കേജ്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ജാവയിൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും വിസിബിൾ ആയിരിക്കും, ആ സെയിം പാക്കേജിനുള്ളിൽ എല്ലായിടത്തും തന്നെ വിസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം പറയുന്നത് ജാവയുടെ കേസിൽ. ദെൻ പൈത്തൺ എന്ന് പറയും, പൈത്തൺ ലാംഗ്വേജിലാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ ക്ലാസ് മെമ്പേഴ്സും പബ്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. സ്മോൾ ടോക്ക്, ഒബ്ജക്റ്റീവ് സി ഇതിലെല്ലാം തന്നെ മെത്തേഡ്സ് എല്ലാം തന്നെ പബ്ലിക് ആയിരിക്കും. ബാക്കി ഫീൽഡ്സ് എല്ലാം പ്രൈവറ്റ് ആയിട്ടാണ് വരുന്നത് സ്മോൾ ടോക്കിൽ, ഒബ്ജക്റ്റീവ് സിയിൽ. അപ്പോൾ അതിലൊക്കെ അങ്ങനത്തെ വിസിബിലിറ്റിയാണ് മെമ്പേഴ്സിന് വരുന്നത്. ഇനി ക്ലാസ്സസിൻ്റെ വിസിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഈഫൽ ആണ് C++നേക്കാളും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അതായത് വിസിബിലിറ്റി പാറ്റേൺ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈഫലാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാനും കൂട്ടാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈഫൽ എന്ന് പറയുന്ന ലാംഗ്വേജാണ്. ഡിറൈവ്ഡ് ക്ലാസ്സസ്, ഈഫലിനകത്തുള്ള ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ വിസിബിലിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് ഈഫൽ എന്ന് പറയുന്ന ആ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഓരോ മെത്തേഡിനെയും നമ്മൾ ഫീച്ചർ എന്നാണ് പറയുന്നത്. ക്യാൻ സ്പെസിഫൈ ഇറ്റ്സ് ഓൺ എക്സ്പോർട്ട് സ്റ്റാറ്റസ്. അത് ആ ഓരോ ഫങ്ഷൻസിനും അല്ലെങ്കിൽ മെത്തേഡ്സിനും അതിൻ്റെ തന്നെ എക്സ്പോർട്ട് സ്റ്റാറ്റസ് സ്പെസിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ആ സ്റ്റാറ്റസ് അതായത് ഈ ഒരു മെത്തേഡിൻ്റെ സ്റ്റാറ്റസ് നണ്ണെന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മെമ്പർ ഇഫക്റ്റീവ്ലി പ്രൈവറ്റ് ആയിരിക്കും. അതിൻ്റെ മെമ്പർ പ്രൈവറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ സീക്രട്ട് എന്നാണ് ഈഫലിനകത്ത് പറയുന്നത്. ദെൻ അതിൻ്റെ സ്റ്റാറ്റസ് എനി എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ മെമ്പേഴ്സ് പബ്ലിക്കായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതിനെ ഈഫലിനകത്ത് നമ്മൾ ജനറലി അവൈലബിൾ എന്നാണ് പറയുന്നത്. ജാവ, C#, C++ ലാംഗ്വേജസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് മെമ്പേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ വിസിബിലിറ്റി പറയാൻ പറ്റും. ജാവയിലാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് മെമ്പർ, ജാവ ക്ലാസ്സിനകത്തുള്ള പ്രൊട്ടക്റ്റഡ് മെമ്പർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സസിൽ മാത്രമല്ല അതിൻ്റെ ഈ ക്ലാസ്സിന് എവിടൊക്കെയാണോ സ്കോപ്പുള്ള ആ ക്ലാസ് എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ഫുൾ നെയിം സ്പേസ് അല്ലെങ്കിൽ ആ ഫുൾ പാക്കേജിനകത്ത് അതിന് വിസിബിലിറ്റി ഉണ്ട്. അതാണ് ജാവയുടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം C#, C++ലൊന്നും അങ്ങനെയല്ല. പിന്നെ C#നകത്താണെങ്കിൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിന് നമ്മൾ C++നകത്ത് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു അഡീഷണൽ കീവേഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്പറിൻ്റെ വിസിബിലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. C#ൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് എല്ലാം തന്നെ പ്രൈവറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇന്നർ ക്ലാസ്സസ് ആണ് അടുത്ത എൻക്യാപ്സുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ടർ ക്ലാസ്സിനകത്ത് നമ്മളൊരു വീണ്ടും ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ C++, C#ലൊക്കെ ആണെങ്കിൽ നമുക്ക് അലൗസ് ആക്സസ് ടു ഓൺലി ദ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഓഫ് ദ ഔട്ടർ ക്ലാസ്. ഇതിനകത്താണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത് ഔട്ടർ ക്ലാസ്സിനകത്തുനിന്ന് സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഔട്ടർ ക്ലാസ്സസിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് C#ലും C++ലും എങ്ങനെയാണ് ആക്സസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഔട്ടർ ക്ലാസ്സിനകത്ത് നമുക്ക് സ്റ്റാറ്റിക് മെമ്പേഴ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പ്രൊവിഷനുള്ളൂ. അതേസമയം ജാവയ്ക്കകത്താണെങ്കിൽ നെസ്റ്റഡ് ക്ലാസ്സിന് അതിൻ്റെ സറൗണ്ടിങ് ക്ലാസ്സിലുള്ള ഏത് മെമ്പേഴ്സിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ജാവയിലുണ്ട്. ഇനി ഇന്നർ ക്ലാസ്സിൻ്റെ ഓരോ ഇൻസ്റ്റൻസിനും അതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ടർ ക്ലാസ് ഇൻസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടാണ് ജാവയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ സപ്പോർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ ഇവിടെ ഇന്നർ ക്ലാസ്, ജാവയുടെ ഇന്നർ ക്ലാസ്, ഇവിടെ ഔട്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് എൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ മെമ്പർ ഉണ്ട്. ദെൻ അതിനകത്ത് വേറൊരു ക്ലാസ് ഇന്നർ എന്ന് പറയുന്ന ക്ലാസ്. ആ ഇന്നർ ക്ലാസ്സിനകത്ത് ഒരു പബ്ലിക്കായിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് നമ്മൾ ഈ എന്നിൻ്റെ വാല്യൂ 1 ആക്കുവാണ്. ദെൻ ഇന്നർ ഐ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഔട്ടർ എന്നുള്ള കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഡൈനാമിക്കലി ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു പബ്ലിക്കായിട്ട് ഒരു ഫങ്ഷൻ നമ്മൾ എഴുതിയിരിക്കുവാണ്. ആ ഫംഗ്ഷനകത്ത് നമ്മൾ എന്നിൻ്റെ വാല്യൂ ആദ്യം 0 ആക്കി, ദെൻ എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും പ്രിൻ്റ് ആവുന്നത്. ഐ ഡോട്ട് ബാർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഇന്നർ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് വഴി ഇന്നർ ഫംഗ്ഷൻ്റെ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറുന്നു. ദെൻ ഇനി പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇന്നർ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്റ്റൻസ് യൂസ് ചെയ്ത് നമുക്ക് ഔട്ടർ ക്ലാസ്സിനകത്ത് ഉള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി ഇന്നർ ക്ലാസ്സിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ, ഔട്ടർ ക്ലാസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഇൻസ്റ്റൻസിനും ഓരോ ഒബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് n ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇന്നർ ഡോട്ട് ബാർ എന്ന് പറഞ്ഞ് നമ്മൾ ആ മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ഏത് ഒബ്ജക്റ്റ് യൂസ് ചെയ്താണോ ആ ബാർ എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n ആയിരിക്കും അവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഒബ്ജക്റ്റാണ് അതിനെ കോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ട്രേസ് വേണം. ആ ട്രേസിന് വേണ്ടി നമ്മളൊരു ഹിഡൻ പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നോർമലി ദിസ് പോയിൻ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിസ് പോയിൻ്ററാണ് ഇവിടെ ഹിഡൻ പോയിൻ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമുക്ക് എൻക്യാപ്സുലേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സ്മോൾ ടാക്ക്, ഒബ്ജക്റ്റീവ് സി, ഈഫെൽ, C++, ജാവ, C#, ഈ ലാംഗ്വേജസിലെല്ലാം തന്നെ മോഡ്യൂൾ ആസ് ടൈപ്പ് അപ്രോച്ചാണ് നമ്മൾ അബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ക്ലാസ് യൂസ് ചെയ്താൽ ക്ലാസ് എൻക്യാപ്സുലേഷനും ഇൻഹെറിറ്റൻസും രണ്ടും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡുല 3, അഡ 95, ഒബ്രോണ്, സീലോസ്, ഫോർട്രാൻ 2003 ഇതെല്ലാം തന്നെ ഈ ലാംഗ്വേജസിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ആ എക്സ്റ്റൻഷൻസിനകത്ത് നമുക്ക് മോഡ്യൂൾസ് യൂസ് ചെയ്ത് എൻക്യാപ്സുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാംഗ്വേജസിലെല്ലാം തന്നെ നമുക്ക് ഇൻഹെറിറ്റൻസും ഡൈനാമിക് മെത്തേഡ് ബൈൻഡിങ്ങും എല്ലാം റെക്കോർഡ്സ് എക്സ്റ്റെൻഡിങ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡിങ് വിത്തൗട്ട് ഇൻഹെറിറ്റൻസ് ഉണ്ട്. നമ്മൾ നോർമലി എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇൻഹെറിറ്റൻസ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ മാത്രം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എക്സിസ്റ്റിംഗ് ക്ലാസ്സിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി, അത് ഇൻഹെറിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് ഇൻഹെറിറ്റൻസ് വേണ്ട, പകരം ജസ്റ്റ് അതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ജാവയ്ക്കകത്താണെങ്കിൽ ഫൈൻ എന്നുള്ള ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. C#ലാണെങ്കിൽ സീൽഡ് എന്നുള്ളൊരു കീവേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഫൈനൽ അല്ലെങ്കിൽ സീൽഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ വേറെ ഒരു ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, C# 3.0 എന്ന് പറയുന്ന വേർഷനിലാണെങ്കിൽ എക്സ്റ്റൻഷൻ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ മെത്തേഡ്സിൽ എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ നമുക്ക് എന്ത് എക്സ്റ്റൻഷൻ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അപ്പിയറൻസിൽ കൊടുക്കാൻ പറ്റും. ദെൻ എക്സ്റ്റൻഷൻ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. അത് ഒരു സ്റ്റാറ്റിക് ക്ലാസ്സിനകത്ത് വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ളത് C#നകത്ത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ദിസ് എന്നുള്ള കീവേഡ് കൊണ്ട് പ്രിഫിക്സ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മെത്തേഡിനെ നമുക്ക് ക്ലാസ്സിൻ്റെ ഏത് മെമ്പർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ, ഏത് ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഇൻവോക്ക് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതിൽ സ്പെഷ്യൽ ഫങ്ഷനാലിറ്റി ഒന്നും തന്നെ ഈ എക്സ്റ്റൻഷൻ മെത്തേഡ്സിന് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടായിരിക്കില്ല. കാരണം അതിനകത്ത് ഡൈനാമിക് മെത്തേഡ് ബൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ടു സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. അതിനകത്ത് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സ്ട്രിങ് പാസ് ചെയ്ത് കൊടുത്തിട്ട്
അതിനെ പ്രോസസ്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ക്ലാസ് എഴുതി സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതി അതിനകത്തായിരിക്കും എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് വിത്തൗട്ട് ഇൻഹെറിറ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻക്യാപ്സുലേഷനിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദറാണ് എൻക്യാപ്സുലേഷൻ. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സ് വഴി നമുക്ക് ഡേറ്റയും ഫങ്ഷൻസിനെയും ഒരുമിച്ച് റാപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അത് പല ലാംഗ്വേജസിൽ പല രീതിയിൽ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ പോളിമോർഫിസം ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതുവരയ്ക്കും അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.